ഈ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. പക്ഷേ മുഖ്യമന്ത്രി പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ LP UP ടീച്ചേഴ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡിവിഷൻ ഫോളാണ്. സ്കൂളിലെ കുട്ടികളില്ലേ പിന്നെ ആരെ പഠിപ്പിക്കാനാണ്? 25 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന അനുവാദം നിലവിൽ വന്നാൽ പോലും 25 കുട്ടികൾ തന്നെ ഒരു ക്ലാസ്സിൽ വേണ്ടേ? ഒരു സ്കൂളിലെ ഒരു ഡിവിഷനിൽ 25 കുട്ടികൾ പോലും തികച്ചില്ലാത്തൊരു സാഹചര്യം ഇപ്പോഴും നമുക്ക് ചുറ്റിലുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. എല്ലാ സ്കൂളുകളും ഒരേ നിലവാരത്തിലേക്ക് ഉയരുക എന്നുള്ളത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രം ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് നടത്തുക. ഇങ്ങനെ എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാ സ്കൂളുകളിലും ഒരുപോലെ ഉണ്ടാകുമ്പോൾ പിള്ളേരും ഒരുപോലെ എല്ലാ സ്കൂളിലേക്കും എത്താൻ വേണ്ടി തുടങ്ങും. അപ്പോൾ കുട്ടികൾ വരുന്നതിന് ആനുപാതികമായിട്ട് ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനും പറ്റും. വേക്കൻസികൾ ഇനിയും ഉണ്ടാവും. എല്ലാവർക്കും ജോലി കിട്ടുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് സിമ്പിളാണ്. പക്ഷേ ആരുടെയൊക്കെയോ സ്വാർത്ഥതയാണ് ഈ കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ആ എഡ്യൂക്കേഷൻ റിഫോമിൽ പറഞ്ഞ പോലെ ടീച്ചേഴ്സിനെ എഴുത്തുപരീക്ഷയുടെ അടിസ്ഥാനത്തിലല്ല എടുക്കേണ്ടത്. അതിനൊക്കെ ഒരു ചെറിയ ശതമാനം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പ്രാക്ടിക്കൽ സ്കില്ലിനെ മുൻനിർത്തിയായിരിക്കണം റിക്രൂട്ട്മെന്റ് നടക്കേണ്ടത്. ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായിട്ടും പോയി കാണുക. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും പ്രതികരിക്കണം. ഒരു മാറ്റം അത് അനിവാര്യമാണ്. താങ്ക്